സാർ, പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. എന്നാൽ മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ഇന്ന് ജോസ് കെ മാണി രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്താണിപ്പോൾ പാലായിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ LDFിൻ്റെ മധ്യമേഖലാ ജാഥയുമായി ബന്ധപ്പെട്ട് പാലായിലെത്തിയപ്പോൾ ജോസ് കെ മാണി പാലാ MLA മാണി സി കാപ്പനെതിരെ വലിയ കടന്നാക്രമണമാണ് നടത്തിയത്. അപ്പോൾ അതിന് മറുപടിയായി മാണി സി കാപ്പൻ ഉന്നയിച്ച ഒരു മറുപടി അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത്, കോൺഗ്രസ് നേതാക്കളുമായി മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പാലാ കുരിശുപള്ളി മാതാവിൻ്റെ മുന്നിൽ വെച്ച് പറയാമെങ്കിൽ അദ്ദേഹം പറയുന്ന പണി താൻ ചെയ്യാമെന്നാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. അപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഏവർക്കും അറിയാവുന്നതുപോലെ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിലേക്ക് എത്തണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് UDF നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായുമെല്ലാം ചർച്ചകളും ഏറെക്കുറെ പൂർത്തീകരിച്ചിരുന്നതാണ്. എന്നാൽ ഈ നീക്കം ചോർന്നതോടെ മാണി ഗ്രൂപ്പിലെ 3 MLAമാർ പ്രമോദ് നാരായണൻ, N ജയരാജ്, മന്ത്രി റോഷി അഗസ്റ്റിൻ, ഈ 3 പേരും ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ച് നിലനിൽക്കണം എന്ന നിലപാട് കൈക്കൊള്ളുകയും പാർട്ടി പിളരാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ജോസ് കെ മാണിയെ ഭീഷണിപ്പെടുത്തിയത്, ജോസ് UDFിൽ പോയി പാലായിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ പാലായിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു. അപ്പോൾ പാർട്ടി കൈവിട്ടു പോവും, പാർട്ടി പിളരും, പാലായിൽ വീണ്ടും തോൽക്കും എന്നീ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ജോസ് കെ മാണി ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇനി റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ താനാണ് ജോസ് കെ മാണിയേക്കാൾ ശക്തനെന്ന് തെളിയിക്കുവാൻ കിട്ടിയ ഏറ്റവും മികച്ച അവസരമായിരുന്നു ഇന്നലെ അവർ ഇരുവരും ഇരുന്ന് നടത്തിയ സംയുക്ത പത്രസമ്മേളനം. അവിടെ ജോസ് കെ മാണിയോട് കൃത്യമായി മാധ്യമപ്രവർത്തകർ മത്സരിക്കുമോ, പാലായിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മൈക്ക് പിടിച്ചു വാങ്ങി ജോസ് കെ മാണിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടും ജോസ് കെ മാണിയുടെ നിലപാടിനെ തിരുത്തിക്കൊണ്ടും റോഷി അഗസ്റ്റിൻ പറഞ്ഞത്, ജോസ് കെ മാണി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന്. വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് എടുത്തു വ്യക്തമാക്കി പറയുന്നുണ്ട്, ജോസ് കെ മാണി പാലായിൽ തന്നെ നിന്ന് മത്സരിക്കുമെന്ന്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംസ്ഥാനത്തെമ്പാടും ശക്തമായ ഇടത് തരംഗം നിലനിന്നിരുന്നു. അപ്പോൾ ആ LDF തരംഗം നിലനിന്നപ്പോൾ പോലും കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും, ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഏറെക്കുറെ 99 സീറ്റുകളിൽ LDFിന് വലിയ വിജയമുണ്ടായപ്പോഴും പാലായിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണി 15,000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടു പോയത്. ഇവിടെ ജോസ് കെ മാണി എന്ന നേതാവിന് പാലായിൽ എത്രമാത്രം എതിർപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ മാണി ഗ്രൂപ്പ് കേന്ദ്രങ്ങൾ പറയുന്നത്, മാണി സി കാപ്പൻ ജനപ്രിയനല്ല, പാലായ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം തോറ്റുപോകുമെന്നാണ്. എന്നാൽ ജോസ് കെ മാണി കളത്തിലേക്ക് വന്നാൽ ജോസ് കെ മാണിയോടുള്ള എതിർപ്പും സർക്കാരിനോടുള്ള എതിർപ്പും മാണി സി കാപ്പന് എത്രമാത്രം ദൗർബല്യങ്ങളുണ്ടെങ്കിലും അത് UDFിൻ്റെ സാധ്യതകളെ ബാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജോസ് കെ മാണി ദുർബലനായിരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ പിടിമുറക്കുവാൻ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിട്ടാണ് റോഷി അഗസ്റ്റിൻ ഇതിനെ നോക്കിക്കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം 2030 വരെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ കാലാവധിയുണ്ട്. എന്നാൽ ജോസ് കെ മാണിയെ ആ രാജ്യസഭയിൽ നിന്ന് രാജിവെപ്പിച്ചുകൊണ്ട് MP അല്ലാതാക്കി മാറ്റിക്കൊണ്ട് പാലായിൽ തിരഞ്ഞെടുപ്പിന് എത്തിക്കുകയും ഒരിക്കൽ കൂടി പരാജയപ്പെടുന്ന സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്താൽ, ഇനി അഥവാ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പരാജയപ്പെട്ടു പോയാൽ പോലും 2 പേർക്കും പാർട്ടിയിൽ തുല്യശക്തികളായി നിലകൊള്ളുവാനും സാധിക്കും. അങ്ങനെ ജോസ് MP ആയിരിക്കെ താൻ MLA ആകാതിരിക്കുന്നൊരു സാഹചര്യം ഒഴിവാക്കുവാനും തന്നെപ്പോലെ തന്നെ ജോസിൻ്റെയും പരാജയം ഉറപ്പുവരുത്തുവാനുമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം നാം ഇപ്പോൾ വിലയിരുത്തുവാൻ. പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടി എന്നാണ് അതിലെ KM മാണി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരിക്കലും പ്രത്യയശാസ്ത്രപരമായ പിളർപ്പുകൾ ഉണ്ടായിട്ടില്ല. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും പിളർപ്പുകൾ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ആ പാർട്ടി എപ്പോഴും പിളർന്നിട്ടുള്ളത് പാർട്ടിക്കുള്ളിൽ ഒരേപോലെ 2 അധികാര കേന്ദ്രങ്ങൾ വളർന്നു വരുമ്പോൾ ആ 2 നേതാക്കൾ തമ്മിലുണ്ടാകുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്നാണ്. അത്തരത്തിൽ പിളരുവാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ കേരള കോൺഗ്രസ്സുകൾക്കുണ്ട്. കാരണം പാർട്ടി ചെയർമാനായി പാർട്ടിയിൽ പിടിമുറുക്കുവാൻ ആഗ്രഹിക്കുന്ന ജോസ് കെ മാണിയും പാർട്ടിയുടെ മന്ത്രിയായി പാർട്ടിയിൽ പിടിമുറുക്കുവാൻ ആഗ്രഹിക്കുന്ന റോഷി അഗസ്റ്റിനും തമ്മിൽ സ്വാഭാവികമായും ഒരു ശീതയുദ്ധമെങ്കിലും നിലനിൽക്കുന്നുണ്ട്.
ഇവിടെ റോഷി അഗസ്റ്റിൻ ഒരു മടിയനായതുകൊണ്ട് മാത്രമാണ് ഇതുവരെയും ആ പാർട്ടി പിളർന്നു പോകാത്തത്. എന്നാൽ റോഷി അഗസ്റ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പാർട്ടിക്കുള്ളിൽ ജോസിനേക്കാൾ ശക്തനാണ് താനെന്ന് തെളിയിക്കുവാനുള്ള ഒരു വ്യഗ്രതയുടെ ഭാഗമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ശീതയുദ്ധമാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായതുപോലെ കനത്ത തിരിച്ചടി ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടായാൽ തീർച്ചയായും റോഷിയും ജോസ് കെ മാണിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമാകും. പാർട്ടിയിലൊരു മൂപ്പിളമ്മ തർക്കം ശക്തമാകും. നമുക്കറിയാം, പാലായിലേക്ക് എത്തിയാൽ പോലും പാലായിലെ വലിയൊരു വിഭാഗം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരും അണികളും വോട്ടർമാരും പ്രതീക്ഷിക്കുന്നത് പാലാ തിരികെ പിടിക്കണമെങ്കിൽ റോഷി ഇവിടെ വന്നു നിന്ന് മത്സരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ മറ്റാരെ മത്സരിപ്പിച്ചാലും, താൻ മത്സരരംഗത്ത് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റാരെ മത്സരിപ്പിച്ചാലും റോഷിയെ പാലായിൽ മത്സരിപ്പിക്കുവാൻ ജോസ് കെ മാണി തയ്യാറാവില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കാരണം പാലായിൽ റോഷി അഗസ്റ്റിൻ പാലായുടെ MLA ആയി കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി നിയമസഭയിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ ജോസ് കെ മാണി ഇഷ്ടപ്പെടുന്നത് തൻ്റെ പാർട്ടി പരാജയപ്പെട്ടിട്ടാണെങ്കിലും മാണി സി കാപ്പൻ ഒരു മന്ത്രിയായിട്ട് പോലും UDFൻ്റെ ഭാഗമായി പാലായിൽ നിന്ന് നിയമസഭയിൽ എത്തുന്നതാണ്. കാരണം ഭാവിയിലെങ്കിലും ആ മണ്ഡലം തിരികെ പിടിക്കുവാൻ കാപ്പൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ അനുകൂലമായ ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായി ഭാവിയിലെങ്കിലും പാലാ തിരിച്ചു പിടിക്കുവാൻ ജോസ് കെ മാണിക്ക് ഒരവസരമുണ്ടാകണമെങ്കിൽ റോഷി പാലായിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. ഇത്തവണ തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDFൻ്റെ ഭാഗമാകുവാൻ ജോസ് കെ മാണി ആഗ്രഹിച്ചത് ആ മുന്നണിക്ക് ഇപ്പോഴുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ രാഷ്ട്രീയ മേൽക്കോയ്മ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മുന്നണിയുടെ ഭാഗമായി ഏതെങ്കിലും ഒരു നെഗോഷിയേഷൻ്റെ ഭാഗമായി, ഒരു ധാരണയുടെ ഭാഗമായി പാലായിൽ നിന്ന് മത്സരിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഇന്നല്ലെങ്കിൽ നാളെ പാലായുടെ MLA ആകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വളരെ വലുതാണ്. അതിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാകുക റോഷി അഗസ്റ്റിൻ പാലായിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ തന്നേക്കാൾ ജനകീയതയുള്ള റോഷി അഗസ്റ്റിൻ പാർട്ടിയിൽ തന്നേക്കാൾ ശക്തനാണെന്ന് തെളിയിക്കുവാൻ ചില നീക്കങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ അന്തഛിദ്രം ഇന്നല്ലെങ്കിൽ നാളെ കേരള കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കും. ആ പാർട്ടിയുടെ ആത്യന്തികമായ പിളർപ്പിനും വഴിയൊരുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട്. ജോസ് കെ മാണി അല്ലെങ്കിൽ പാലായിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജോസ് കെ മാണി അല്ലെങ്കിൽ ആദ്യം നമുക്ക് പറയാവുന്ന ആരാവില്ല സ്ഥാനാർത്ഥി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. കാരണം റോഷി അഗസ്റ്റിന് ഒരു കാരണവശാലും പാലായിലേക്ക് എത്തിച്ച് മത്സരിക്കുവാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുകയില്ല. പിന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പിൽ നിന്ന് തന്നെ തലയെടുപ്പുള്ള നേതാക്കളെ അവിടെ പാലായിൽ മത്സരിപ്പിച്ച് ഏതെങ്കിലും കാരണവശാൽ അവർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അവർ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയോ ചെയ്താൽ അത് ഭാവിയിൽ തൻ്റെ ഒരു മടങ്ങിവരവിന് വിഘാതമാകുമെന്നും അദ്ദേഹം റീഡ് ചെയ്യുന്നുണ്ട്. കാരണം ജോസ് കെ മാണിയാണ് പാലായിൽ മാണി ഗ്രൂപ്പിന് ലഭിക്കാവുന്ന ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി. KM മാണിയുടെ മകൻ എന്ന പെരുമ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ തൻ്റെ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് തനിക്ക് ഏറ്റവും സുരക്ഷിതമായിരിക്കുക എന്ന വിലയിരുത്തലിൽ ജോസ് കെ മാണി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ മാണി ഗ്രൂപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പാലായിലെ വോട്ടർമാർക്കിടയിലേക്ക് നിഷ ജോസ് കെ മാണി ഭവന സന്ദർശനവുമായി കടന്നു ചെല്ലുന്നുണ്ട്. പലരോടും അവർ താൻ സ്ഥാനാർത്ഥിയാകുവാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുവാൻ തനിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അങ്ങനെ നിഷ ജോസ് കെ മാണി അക്ഷരാർത്ഥത്തിൽ കളത്തിലിറങ്ങി കളി തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന കൃത്യമായ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിഷ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ജോസ് കെ മാണി തൻ്റെ മകനെ, അതായത് KM മാണി ജൂനിയറിനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി KM മാണി ജൂനിയർ അല്ലെങ്കിൽ കുഞ്ഞുമാണിയും ഇപ്പോൾ പാർട്ടിയുടെ പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. അതുപോലെ തന്നെ മാണി സി കാപ്പനും UDFനും എതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നതും കുഞ്ഞുമാണിയാണെന്ന് തെളിയിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമത്തിൽ കൂടെ തന്നെ ഒരു വാർത്തയായി പുറത്തുവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ ആധിപത്യം നിലനിർത്തുന്ന രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നത്. ഏറെക്കുറെ ജോസ് കെ മാണി മത്സരിക്കുന്നില്ല എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. കാരണം റോഷി അഗസ്റ്റിൻ പാലായിൽ ജോസ് മത്സരിക്കും എന്ന് പറഞ്ഞതിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. അതിനാൽ ജോസ് കെ മാണി മത്സരിക്കാത്തൊരു സാഹചര്യത്തിൽ ഭാര്യ നിഷ ജോസ് കെ മാണിയെ ആയിരിക്കും അവിടെ നിന്ന് മത്സരത്തിന് ഇറക്കുക എന്നും ഏറെക്കുറെ ഉറപ്പായി. ഇത് പാലായിലെ വോട്ടർമാർക്കെല്ലാം ഏറെക്കുറെ അറിവുള്ള കാര്യമാണ്.
പക്ഷേ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളില്ലാത്തതുള്ളൂ. മാധ്യമങ്ങളിൽ പോലും ജോസ് കെ മാണി മത്സരിക്കാൻ ഇറങ്ങുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും നിഷ ജോസ് കെ മാണി പ്രചരണ രംഗത്ത് സജീവമാകുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. നിഷ ജോസ് കെ മാണിയെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാകുക. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ മകനെ ഇറക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നേക്കാം. എനിക്കൊന്ന് നിയമപരമായ പ്രായമായിട്ടുണ്ടെങ്കിൽ നിഷയ്ക്ക് പകരം വേണമെങ്കിൽ മകനെ അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ അവിടെയുമുള്ളൊരു വിഷയം, അദ്ദേഹത്തിൻ്റെ മകൻ 2 പേരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസിൽ, അത് വാഹനാപകടമാണ്. അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യാ കേസിൽ പ്രതിയാണ്. അപ്പോൾ ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ കോടതികളിൽ നടക്കുകയാണ്. അപ്പോൾ അതെല്ലാം വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുവാനും കൃത്യമായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനും വേണ്ടി ജോസ് കെ മാണി ഇത്തവണ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ പോകുന്നത് തൻ്റെ ഭാര്യ നിഷ ജോസിനെ തന്നെ ആയിരിക്കുമെന്നാണ് പൊതുവിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും പാലായിലെ രാഷ്ട്രീയവും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും ചൂട് പിടിക്കുകയാണ്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള ശീതയുദ്ധം അനുദിനം ശക്തി പ്രാപിച്ചു വരികയാണ്. റോഷി അഗസ്റ്റിനെ പാലായിൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനും പാലായിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു കേരള കോൺഗ്രസ് MLA വിജയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാനുമായി ജോസ് കെ മാണി കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ നമുക്കത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ഇതിവിടെ അവസാനിപ്പിക്കാം.